ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഓം നമോ ഭഗവതേ വാസുദേവായ. മുക്തന്മാർ സുഖദുഃഖ ബന്ധമോക്ഷങ്ങളെല്ലാം നിത്യമല്ലെന്നുള്ളത്തിലറിഞ്ഞു യോഗധ്യാനം നശ്യമല്ലതു പാർത്താൽ എത്രയും നിർവിഷയം ആശുബോധിച്ചു മൃത്യു തന്നെയും ഭയമെന്യേ മൃത്യുജന്മാദിഭേദാഭേദവിച്ഛിന്നരായി ചിത്തത്തിൽ ഭയം കൂടാതാനന്ദിച്ചിരിക്കുന്നു. മറ്റുള്ള മൂഢന്മാർക്ക് ഭയരൂപമാം മൃത്യു ചെറ്റല്ല ദിനം പ്രതി അടുത്തു വരുമല്ലോ. മുക്തനി കാണപ്പെട്ടിടുന്നതും കേൾക്കായതും ചിത്തത്തിലോർക്കുന്നതും വൈരവും അസൂയയും വരവും ചെലവും നാനാത്വമായിരിപ്പതും ത്വരിതം നശിപ്പതും ഇരിപ്പുള്ളതും ഉള്ളിൽ ഒക്കവേ ഇച്ഛാ വിരഹിതത്വം കാമം കൊണ്ടു സൽകൃഷി പ്രവൃത്തി പോൽ ഫലമായി വരുന്നവ എടുത്തിട്ട ഫലത്തെ തള്ളുന്നു. പിന്നെയവൻ പടുത്തമോടു ധർമ്മ പരിപാലനം ചെയ്യും. ഇങ്ങനെ നിഷ്കാമ കർമ്മത്തിനാൽ ആത്മയോഗമംഗലമേറ്റം യോഗ്യ പുരുഷന്മാർക്കു പോലും സാധ്യമല്ലാതെ സർവജിതമാ മുക്തിസ്ഥാനം മസ്തയാ പ്രാപിക്കുന്നതെങ്ങനെയെന്നു കേൾക്ക. ദേവനായി യജനം ചെയ്തതിൻ്റെ കർമ്മഫലം ദേവനായി ഭവിച്ചുടൻ പരത്തിൽ ഭുജിക്കുന്നു. എത്ര പുണ്യം ചെയ്തിടിലത്ര കാലവും സ്വർഗേ ചിത്തമോദേന വാഴുമില്ല സംശയമേതും. ധർമ്മ പരിപാലനം ചെയ്തു വസിച്ചാൽ ഇതു ഫലം. ധർമാചാരങ്ങൾ വിട്ടിട്ട ധർമാചാരനായാൽ നരകത്തിങ്കൽ നിന്നു കയറിയിടാതെ പിന്നെ ത്വരിതമവശനായി ദുഃഖസംഭവമായ കർമ്മങ്ങൾ കൊണ്ടു ജന്മം മേൽക്കുമേൽ നികൃഷ്ടമാം കൽമഷരൂപമർത്യദേഹത്താലെന്തു ഫലം. സൽക്കർമ്മങ്ങളെ കൊണ്ടു ദേവനായി ഭവിച്ചിടും, ദുഷ്കർമ്മങ്ങളെ കൊണ്ടു ഹീനനായി ഭവിച്ചിടും. സ്വർഗവും നരകവും തന്നുടെ കർമ്മങ്ങളാലൊക്കവേ ദേഹമൂലം, ദേഹമോ കർമ്മമൂലം. ഇങ്ങനെ കർമ്മദേഹ കാരണ ബന്ധത്തിനാൽ ഇങ്ങനുഭവം സ്വർഗനരകം കാണുന്നീലേ. തന്നുടയുള്ളിൽ കർമ്മവാസനാ ബന്ധം കൊണ്ടു വന്നുകൂടിയിടുന്നിതു ദേഹാദി സുഖദുഃഖം. കാമകർമ്മങ്ങളാലെ നരക സ്വർഗങ്ങളും കാൺമതു കൊണ്ടു തന്നെ നിഷ്കാമകർമ്മികൾക്കു നരക സ്വർഗ സുഖ ദുഃഖ ദേഹാദികളും വരികയില്ലെന്നതു നിശ്ചയമറിഞ്ഞാലും. ആകയാൽ മുന്നേ ചൊന്ന നിഷ്കാമകർമ്മയോഗി ലോകധർമാചാരാഢ്യ കർമ്മങ്ങൾ ചെയ്തിടിലും നിത്യമല്ലിവയൊന്നുമെന്നു ചിന്തിച്ചു ചിത്തേ നിത്യവും ആചരിച്ചു വരുന്ന കർമ്മബീജം ഭസ്മമായി പോകമൂലം കർമ്മത്താലില്ല ബന്ധം. വിസ്മയമതിനാലേ മുക്തനാമവൻ നൂനം. ആപത്തായിരിപ്പോരു ദേഹത്തെ ഭജിച്ചിട്ടു താപമെന്നിയേ സുഖമെന്തുള്ളു നരന്മാർക്കു. ജനന മരണാദി ദുഃഖ സൗഖ്യങ്ങൾ തരുമിന്നായി കാമകർമ്മബന്ധങ്ങൾ വിട്ടു മോക്ഷാനുഭവ സിദ്ധിക്കായി വന്ന നരദേഹാൽ നിഷ്കാമകർമ്മം ചെയ്തു മുക്തിയെ സിദ്ധിക്കേണം. മുക്തനു ഭയമൊരു നാളുമില്ലെന്നാകിലും, മുക്തനു ഭയമൊരു നാളുമില്ലൊന്നിനാലും. സക്തനല്ലവൻ ദേഹോദ്ഭവമാം കർമ്മങ്ങളിൽ മുക്തനെന്നിയേ മറ്റു ജന്മികൾക്കെല്ലാവർക്കും ചിത്തത്തിൽ ഭയമുണ്ടാം കാമകർമ്മങ്ങളാലേ. ലോകവാസികൾക്കുമാകാം
കൽപ്പജീവികളായ ലോകപാലകന്മാർക്കുമുൾഭയമുണ്ടു പാരം. ലോകവാസികൾക്കുമാ കൽപ്പജീവികളായ ലോകപാലകന്മാർക്കുമുൾഭയമുണ്ടു പാരം. ദ്വിപരാർദ്ധത്തിൽ പരമായുസാം ബ്രഹ്മാവിനും വിവശം മദ്ഭയം കൊണ്ടൊക്കവേ സൃഷ്ടിക്കുന്നു. സൃഷ്ടിയിൽ ഗുണമുണ്ടാം ഇന്ദ്രിയാദ്യങ്ങളുണ്ടാം തുഷ്ടിയോടപ്പോൾ ജീവൻ ഗുണസംയുക്തനായി കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങളെല്ലാറ്റയും ചിന്മയനായ ജീവൻ ഭുജിച്ചിടുന്നു നിത്യം. എത്ര നാൾ ആത്മാ ഗുണസമ്പദ്ധനായിടുന്നിതത്ര നാളേക്കും നാനാവിധത്വം ഭവിക്കുന്നു. നാനാത്വം എത്ര കാലമാത്മാവിനെന്നാകിലോ നൂനമത്ര കാലവും സ്വതന്ത്രത്വവും വരാ. എത്ര നാൾ സ്വതന്ത്രത്വമില്ലാതെ ഇരിക്കുന്നിതത്ര നാൾ ഈശ്വരങ്കൽ ഭയവും ഉണ്ടായിടും. ഈശനെയുപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ ഈശനും താനും ഒന്നെന്നുള്ള ബോധം കൂടാതെ. കാലാത്മാഗമ ലോക പ്രകൃതി ധർമ്മമിതു കാലഭേദം കൊണ്ടെന്നെ ബഹുവായി ചൊല്ലിയിടുന്നു. മാധവ വാക്യമേവം കേട്ടോരുദ്ധവൻ പിന്നെ മാധവനോടു ചോദിച്ചിടിനാൻ രണ്ടാമതും. ഗുണസംഭൂതങ്ങളാം ദേഹജങ്ങളിൽ ദേഹി ഗുണസംയുക്തനായി ബന്ധിച്ചിടുന്നുവെന്നും ഗുണങ്ങളോടു ബന്ധമില്ലെന്നും ഭവാൻ എന്നോടനുമോദത്തോടരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. വിഷയാദികളോടും കൂടിയ ദേഹിക്കിക വിഷയങ്ങളിൽ ബന്ധമില്ലാതെ ഇരുപ്പതും ബന്ധമുണ്ടാകുന്നതും എങ്ങനെയെന്നും ഇനി അന്തരംഗത്തിലേറ്റം സംശയമുണ്ടു പാർത്താൽ. നിത്യമുക്തനെന്നതും നിത്യബന്ധനെന്നതും സത്യമായി ചിത്തത്തിങ്കൽ അധികം ഭ്രമിക്കുന്നു. ഇത്തരം രണ്ടാമതും ചോദിച്ചോരുദ്ധവനോടുത്തരം ഭഗവാനും അപ്പോഴേ അരുൾ ചെയ്തു. ബദ്ധനെന്നതും മുക്തനെന്നതും എന്നിൽ ഗുണബന്ധം കൊണ്ടുണ്ടായതല്ലാതെനിക്കൊന്നുമില്ല. ആകയാൽ ദേഹം കൊണ്ടു കർമ്മത്താലുണ്ടായി ഗുണം ശോകമോഹാദി സുഖദുഃഖങ്ങൾ മായ മൂലം. സ്വപ്നം പോലാത്മാവിങ്കൽ ജാതമായി സംസാരവും സ്വപ്നം വാസ്തവമെങ്കിൽ സംസാരം സത്യം തന്നെ. ഉദ്ധവ മഹാമതേ, ദേഹികൾക്കെല്ലാം മമ വിദ്യാവിദ്യാത്മാമായ മോക്ഷബന്ധകാരിണി ആദികാലത്തെന്നുടമായ കൊണ്ടുണ്ടാകിയ ബോധരൂപമായി മമാംശകമായിരിക്കുന്ന ജീവാത്മാവിനു ബന്ധമുണ്ടായിതവിദ്യയാ. ജീവനു മോക്ഷം പിന്നെ വിദ്യയാലുണ്ടായിതു. ബദ്ധമുക്തന്മാരുടെ ലക്ഷണം ചൊല്ലുന്നു ഞാൻ അന്തരംഗത്തിൽ കേട്ടു ധരിക്ക മഹാമതേ. വിരുദ്ധ ധർമ്മികളായിടിന മൂഢരോടും പെരുത്ത സർഗത്താൽ ആത്മാവു രണ്ടെന്നോർത്തു. ദേഹസ്ഥനല്ലെങ്കിലും ദേഹസ്ഥനെന്നും തോന്നും മോഹത്താൽ സ്വപ്നം സത്യമെന്നോർക്കുന്നത് പോലെ. പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുക്കളിലും എത്രയും സക്തരായിടുന്നിതു ദിനം തോറും. പ്രവൃത്തിരതന്മാരായിടുന്നു ബദ്ധന്മാരും പ്രവൃത്തിയാദികൾ നിവർത്തിക്കുന്നു മുക്തന്മാരും. അവിദ്യോദ്ഭവദേഹി വസിച്ചിടിലും വിദ്വാൻ വിഭക്ത്യാ സ്വപ്നം കാണുന്നത് പോലിരുന്നിടും. മോഹത്തെ ത്യജിച്ചിരുന്നിടുക കാരണത്താൽ ദേഹസ്ഥനെന്നാകിലും ദേഹസ്ഥനല്ല മുക്തൻ. ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും പിന്നെ ഇന്ദ്രിയാർത്ഥങ്ങളിലും ഗുണങ്ങളിലും അഹങ്കരിച്ചിടാതെ അറിഞ്ഞന്യഭാവത്തെ ത്യജിച്ചിരിക്കും അവിക്രിയനായി സദാ സത്തായവൻ. ദൈവാധീനമായുള്ളോരീ ശരീരത്തിൽ ഗുണഭാവകർമ്മണ വർത്തമാനനായിരുന്നാലും ബുധനായവനതു കർത്താവാകുന്നു. ഞാനെന്നധികം ബന്ധിക്കയില്ലതിനാൽ ബദ്ധനല്ല. ഈ വണ്ണം വിരക്തനായി ശയനാസനാടന പ്രവൃത്തോത്മജ്ജനേപി ദർശനസ്പർശനേപി ഘ്രാണഭോജന ശ്രവണാദികളിലും തഥാ മാനേന ബന്ധിക്കയില്ലൊട്ടുമേ മുക്തൻ നൂനം. പ്രകൃതി ഗുണയുതനെങ്കിലും അസംയുക്തൻ ജഗതി യഥാ സവിതാനിലാകാശങ്ങൾ പോൽ. ബദ്ധമില്ലാതെ
ബന്ധമില്ലാതെ ഇരുന്നിടുന്നു മുക്തൻ സദാ. ബന്ധിച്ചു തോന്നിയാലും ബന്ധിക്കയില്ലേ തുമേ. വിശദജ്ഞാനിയായ സംഘബുദ്ധ്യാ ചിന്ന സംശയബുദ്ധ്യാ ബുധൻ സ്വപ്നവൽ നാനാത്വത്തെ നിവർത്തിക്കുന്നു. മുക്തനിന്ദ്രിയ മനോധിയാ പ്രവൃത്ത സങ്കൽപ്പങ്ങൾ മോചിച്ചിട്ടവൻ പിന്നെ ദേഹസ്ഥനെന്നാകിലും തദ്ഗുണങ്ങളോടു കൂടാഹന്ത വസിച്ചാലും ജീവൻ മുക്തനായിടും. ഒരുവൻ തന്നെ നിന്ദിച്ചിടിലും സ്തുതിക്കിലും പെരികെ ക്ലേശസുഖങ്ങളുമില്ലതിനാലെ പൂജിച്ചിടിലുമില്ല സന്തോഷം അവനൊട്ടും പൂജിക്കാഞ്ഞാലുമില്ല ദുഃഖവും ഒരു നാളും. ഗുണദോഷങ്ങൾ രണ്ടും വർജിച്ചു സമൃദ്ധിക്കായി മുനിയാം അവനൊന്നും ചെയ്യുകയുമില്ലെന്നുമേ. എന്നല്ല കുറഞ്ഞൊന്നു ചൊൽകയും ധ്യാനിക്കയും ഒന്നുമേ ചെയ്യുകയില്ല സാധുവായെല്ലാ നാളും. ആത്മാരാമനായി പരബ്രഹ്മണി സദാകാലം സ്വാത്മാനം ലയിപ്പിച്ചു സഞ്ചരിക്കുന്നു ബുധൻ. ബ്രഹ്മതൽപരശ്രമം കൊണ്ടുള്ള ഫലം കേൾനീ. നിർമ്മലമായ തവ ഗോവിനു പുല്ലും നല്ല വൈക്കോലുമിട്ടു രക്ഷിച്ചിടുന്ന ശ്രമഫലം മിക്കതും തരും ക്ഷീരം കൊണ്ടല്ലോ കുടുംബത്തെ. നീ പുലർത്തിയിടുന്നതു കൊണ്ടല്ലോ ശുദ്ധമോർക്ക. ബ്രഹ്മതൽപരശ്രമമാലിതുപോൽ വിശ്വമെല്ലാം നിർമ്മലമാക്കിയിടുന്നു മുക്തനാമെൻ്റെ ഭക്തൻ. ബ്രഹ്മതൽപരനെയും പ്രത്യേകം രക്ഷിപ്പൂ ഞാൻ എന്നതുമറിഞ്ഞാലും ഉദ്ധവാ വഴി പോലെ. ഏവമൊക്കവേ അറിഞ്ഞിടീന മഹാബുധൻ ആവോളം നാനാഭ്രമമാത്മാവിലുണ്ടാകാതെ ധീരനായെങ്കൽ തന്നെ മാനസമുറപ്പിച്ചു പാരാത സർവകാമങ്ങളെയും വഴി പോലെ നിരപേക്ഷകനെങ്കൽ സമർപ്പിക്കയും ചെയ്യും. പെരിക ശ്രദ്ധാലുവായി സൽപ്പുമാനെൻ്റെ കഥാശ്രവണഗാനസ്മരണാദിഷു കർമ്മജന്മാഭിനയത്തിങ്കൽ നയിച്ചിടണം സദാകാലം. മദർത്ഥി ധർമ്മകാമാർത്ഥങ്ങളെ ആചരിച്ചു വിദഗ്ധൻ നിശ്ചലയാം മൽഭക്തി പ്രാപിക്കുന്നു. മതിമാൻ സത്സംഗേന ലഭിച്ച ഭക്തി കൊണ്ടു സതതമെന്നെയും ഉപാസിക്കുന്നിതതു നേരം. സത്തുക്കളാലെ ദർശിക്കപ്പെട്ട മൽപദത്തെ വിദ്രുതം ഭക്തനാലും പ്രാപ്തമാക്കുന്നു നൂനം. അവിദ്വാനായവനു വിഷയങ്ങളാൽ ബന്ധം ഭവിച്ചു സംസാരവും നിത്യമായി തോന്നുമെന്നും വിദ്യയാൽ അവിദ്യയെ നിത്യമല്ലെന്നു കണ്ടു വിദ്വാനാമവൻ നിത്യമുക്തനായി വാഴുമെന്നും. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദം കൊണ്ടു വിദ്വാൻമാർ ബന്ധമോക്ഷം രണ്ടായി ചൊല്ലുമെന്നും. ബന്ധമോക്ഷങ്ങൾ രണ്ടും ചിന്തിച്ചാൽ മായയാലേ അന്തരംഗത്തിൽ അറിഞ്ഞിരിക്കും മഹായോഗി. വിഷയങ്ങളിൽ വർത്തിച്ചിടിലും ബന്ധമില്ലെന്നീശൽ പോവതിനിവ നിന്നോടു ചൊല്ലിയിടിനേൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ശ്രീഹരയേ